ഇത് എമ്പുരാന്റെ ചരിത്രം എന്നായിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പറന്ന ഒരു ടൈറ്റിൽ. അപ്പോൾ തന്നെ ചർച്ചയായൊരു വാക്കാണ് ഐമാക്സ്. എന്താണ് ഐമാക്സ് എന്ന് അറിയാമോ? മലയാള സിനിമാ ലോകത്ത് പുത്തൻ ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന എമ്പുരാൻ. മലയാളത്തിലെ ആദ്യ ഐമാക്സ് സിനിമയായിട്ടാണ് എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തുന്നത്. പൃഥ്വിരാജ് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം പ്രേക്ഷകരെ അറിയിച്ചത്. അപ്പോൾ മുതലാണ് ആരാധകർക്കിടയിൽ എന്താണ് ഐമാക്സ് എന്ന ചോദ്യം ഉയരുന്നത്. ഇമേജ് മാക്സിമം എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഐമാക്സ്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി വളരെ വലുപ്പത്തിലും റെസൊല്യൂഷനിലും സിനിമകൾ ചിത്രീകരിക്കുകയും പ്രദർശിപ്പിക്കുന്നതിനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ഉയർന്ന നിലവാരത്തിലുള്ള ക്യാമറകൾ, ഫിലിം ഫോർമാറ്റുകൾ, പ്രൊജക്ടറുകൾ ഇവയെല്ലാം ചേർന്ന സിനിമ അനുഭവം തന്നെയാണ് ഐമാക്സിലൂടെ ലഭിക്കുന്നത്. ഐമാക്സ് കോർപ്പറേഷൻ എന്ന കനേഡിയൻ കമ്പനിയാണ് ഈ ഫിലിം ഫോർമാറ്റ് നിർമ്മിച്ചത്. 2002 മുതൽ പല ഹോളിവുഡ് സിനിമകളും ഐമാക്സ് ഫോർമാറ്റിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഐമാക്സ് മൂവി സ്ക്രീനുകൾ അവയുടെ ടോൾ ആക്സെപ്റ്റ് റേഷ്യോയ്ക്ക് പേരുകേട്ടവയാണ്. കുത്തനെയുള്ള സ്റ്റേഡിയം പോലുള്ള ഇരിപ്പിടങ്ങളും ഇവയുടെ പ്രത്യേകതയാണ്. അത് മികച്ച ഓഡിയോ അനുഭവമാണ് പ്രേക്ഷകന് സമ്മാനിക്കുന്നത്. സാധാരണ ഒരു സിനിമ 35 mm ഫിലിംസാണ്. ഇതിന്റെ 3 ഇരട്ടി വലുപ്പമുള്ള ഫ്രെയിം റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന ക്യാമറ ഉപയോഗിച്ചാണ് ഐമാക്സ് സിനിമകൾ ചിത്രീകരിക്കുന്നത്. ഈ ക്യാമറകൾ വളരെ ഉയർന്ന അളവിലും വ്യക്തമായും ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കും. ചിത്രീകരിച്ചു കഴിഞ്ഞാൽ മികച്ച സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സിനിമ എഡിറ്റ് ചെയ്യും. അതിനുശേഷം സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ ശരിയായ പ്രൊജക്ടറുകൾ ആവശ്യവുമാണ്. ഇവിടെ 2 വ്യതിയാനങ്ങളാണ് ഐമാക്സ് ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ പ്രൊജക്ഷൻ സിസ്റ്റവും ലേസർ പ്രൊജക്ഷൻ സിസ്റ്റവുമാണത്. സ്ക്രീനുകൾക്കായി ഡിജിറ്റൽ പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്. 2D 3D സിനിമ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുന്ന 2 2K പ്രൊജക്ടുകൾ വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ 2 പ്രൊജക്ടറുകളിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഒന്നിന്റെ മുകളിലായി മറ്റൊന്നായി സൂപ്പർ ഇമ്പോസ് ചെയ്യും. അങ്ങനെയാണ് സിനിമാ പ്രദർശനത്തിൽ കാണുന്ന വിഷ്വലുകൾ സൃഷ്ടിക്കുന്നത്. മികച്ച പിക്ചർ ക്വാളിറ്റിയിലൂടെ സിനിമയുടെ സംവിധായകൻ എന്താണോ പ്രേക്ഷകന് നൽകാൻ ആഗ്രഹിച്ചത് അതേ വിഷ്വൽ തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അത്തരത്തിൽ ടീസറിലും ട്രെയിലറും കണ്ടതുപോലെ തന്നെ വലിയ ദൃശ്യവിരുന്ന് തന്നെയാണ് എമ്പുരാനിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുന്നത്. മലയാള സിനിമയും ഐമാക്സും തമ്മിലുള്ള മഹത്തരമായ ഒരു ബന്ധത്തിന്റെ തുടക്കമായി എമ്പുരാൻ മാറട്ടെ എന്നാണ് പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ ഐമാക്സിനെ കുറിച്ച് പറഞ്ഞത്. മോഹൻലാലും ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു. എന്തായാലും മാർച്ച് 27-നാണ് എമ്പുരാൻ ആഗോളതലത്തിൽ പ്രദർശനത്തിന് എത്തുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.